ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെയൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു മാഷുണ്ട്. ആ മാഷിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഭാസ്കരൻ മാഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാഷേ നമസ്കാരമുണ്ട്. എന്താണ് തിരക്കിലാണോ? ആരത് മമ്മൂഞ്ഞക്കായും ഉണ്ടല്ലോ. ഞാൻ വെറുതെ മാഷിന്റെ ഈ കുളമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ദിവസം മൊബൈലിലൊക്കെ മീൻ വിൽപ്പനയുണ്ട്, ഈസ്റ്ററൊക്കെ ഇട്ട്. അപ്പൊ ബ്രാലിന്റെ വളർത്തുന്ന കുളമാണ്. പിന്നെ മാഷിന്റെ കുറെ കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പൊ മാഷിന്റെ ചെറിയ ഉപദേശങ്ങൾ കിട്ടാൻ വേണ്ടി വന്നായിരിക്കും മമ്മൂഞ്ഞക്കാല. അതെ, നമുക്ക് കുറച്ച് പഠിക്കുകയും ചെയ്യാലോ. ചെയ്യുന്ന ആളുകളുടെ അനുഭവത്തിലുള്ളതും പറഞ്ഞു തരാം. പക്ഷെ ഒരു മിനിറ്റ്, ഈ മൈക്ക് ഒന്ന് വെച്ചോട്ടെ. ഏകദേശം മാഷിന്റെ വയസ്സൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് 82 കഴിഞ്ഞു, 81 നടപ്പ്. മാഷ് സ്കൂളിൽ നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നില്ല, അതിപ്പോ മറ്റുള്ളവർക്ക് അറിഞ്ഞൂടാ. ഏത് വിഷയമായിരുന്നു? നമ്മൾ എത്ര വർഷം ജോലി ഉണ്ടായിരുന്നു? അതുപോലെ ജോലി ചെയ്തെന്ന് വെച്ചാൽ 34 കൊല്ലം സംസ്കൃത അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ആദ്യം ഒരു UP സ്കൂളിലായിരുന്നു. അത് തിരുവൈരാണിക്കുളം എന്ന് കേട്ടിട്ടില്ലേ? ആ തിരുവൈരാണിക്കുളത്തുള്ള കേരളവർമ്മ സംസ്കൃത UP സ്കൂളിലായിരുന്നു ആദ്യം ജോലി കയറിയത്. അവിടെ നിന്ന് തിരികെ അകൂർ ഹൈസ്കൂളിലേക്ക് ശ്രീമൂലത്തേക്ക് വന്നു. പിന്നെ ശ്രീമൂലത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ. സാറ് ശരിക്കും ഏത് നാട്ടുകാരനാണ്? തിരുവൈരാണിക്കുളമാണ്. അവിടെ ഇവിടെ വന്ന് പിന്നെ സ്കൂൾ ജീവിതവും ഒരു ഗ്രാമപ്രദേശമല്ലേ, അതൊക്കെ ആയി. പിന്നെ അതിൽ സ്കൂൾ ജീവിതത്തെക്കാൾ കൂടുതൽ ജോലി സമയം കഴിഞ്ഞ മിക്കവാറും നാട്ടിൽ ഇറങ്ങി ഓരോ പ്രസ്ഥാനങ്ങളിലൊക്കെ നടക്കലൊക്കെ ആയിരുന്നു. കൃഷിനോട് താല്പര്യപ്പെടാൻ പണ്ടേ മുതലേ ഒരു കുറച്ച് മണ്ണ് വേണം, ആ മണ്ണിൽ അധ്വാനിക്കണം എന്നുള്ള താല്പര്യമുള്ളതായിരുന്നു. ഇത് പണ്ടത്തെ നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ട്. ആ കാലഘട്ടത്തിൽ ജനിച്ചു വന്നതാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന കേരളമൊന്നുമല്ല ഞാൻ ജനിച്ച കാലത്തുള്ളത്. കാരണം പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഈ 1947 ജനിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഞാൻ പഠിച്ചു തുടങ്ങിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. 49 ഈ 1ാം ക്ലാസ്സിൽ ചേർന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച അന്ന് അതാണ് വിദ്യാഭ്യാസ കാലം തുടങ്ങുന്നത്. 59 എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞു. പിന്നെ ഒരു 4 കൊല്ലക്കാലം ശങ്കര കോളേജിൽ. അങ്ങനെ ഈ നമ്മുടെ നാട്ടുപ്രദേശത്ത് ഒരു കോളേജ് വന്നതുകൊണ്ട് അങ്ങനെ ഈ കോളേജ് വിദ്യാഭ്യാസവും വലിയ ചെലവ് കൂടാതെ നടക്കാൻ കഴിഞ്ഞു. അത് പിന്നെ അതിൽ കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടി. ജോലിക്ക് ശേഷം വീണ്ടും പഠിത്തമൊക്കെ ജോലിയും പഠിത്തവും അങ്ങനെ തുടർന്ന് ഒരു 2 ഡിഗ്രി എടുത്തു. പിന്നെ നാട്ടിൽ തന്നെ ജോലിയായി ഉടനെ തന്നെ കുടുംബജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇതൊരു ഈ കൃഷിയിലാണ്. എനിക്ക് തോന്നണം ഇപ്പൊ ഈ സ്ഥലവും ഈ പ്രദേശമൊക്കെ കണ്ടിട്ട് ഇതൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലാഭത്തിനുള്ളതൊന്നുമല്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സർക്കാരിൻ്റെ ജോലിയായ കാരണം ഈ പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ കിട്ടുന്ന നമുക്ക് ജീവിച്ചു പോകുന്നതല്ല, അതിൻ്റെ ഒരു വിഹിതം ഈ മണ്ണിലേക്കും കൊടുക്കുന്നു. അതുപോലെ തന്നെ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു 2 പേർക്ക് ഉപജീവന മാർഗമായിട്ട് പെൻഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് പണിക്കാരുണ്ടോ? എന്താണ് ഈ 2 പേരും? ഒരാൾ എന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാളുണ്ട്. പിന്നെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു? കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കുടുംബജീവിതമൊക്കെ ആയിരുന്നു. അതായത് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ സഹധർമ്മിണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് അവർ എന്നെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പൊ ഇപ്പൊ ആ ഓർമ്മയിലാണ് ജീവിക്കുന്നത്. മക്കള് 2 മക്കളുണ്ട്. ഒരാള് ഓസ്ട്രേലിയയിലാണ്. പിന്നെ മകള് ഇവിടെ നാട്ടിലുണ്ടെങ്കിലും ഇടയ്ക്ക് വരാനേ കഴിയുള്ളൂ. അവരവരുടെ ജോലി ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നു. യുവത്വത്തിലും അതിനുശേഷം കുറച്ച് പ്രായമായിട്ടും ആ സമയത്തൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഞാൻ പൂർണ്ണമായും വീട്ടിലല്ലായിരുന്നു. പൊതുപ്രവർത്തനം കൂടുതൽ എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് പോവുക, അങ്ങനത്തെ പൊതുപ്രവർത്തനം. അതായത് അങ്ങനെയാണ് മമ്മൂഞ്ഞിനെ പോലെയുള്ള എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായത്. അവരാണ് ഇപ്പോൾ എപ്പോഴും എന്തൊരു വിളിപ്പുറത്ത് എത്തുന്ന ഒരു വലിയ അല്ല, മാഷിന്റെ അടുത്ത് പോകാ എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിലേക്ക് നമുക്ക് ഒരു വീട്ടിലേക്ക് നമുക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിന് താല്പര്യമുള്ളൂ. പക്ഷെ മാഷിന്റെ അടുത്ത് വരാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു. പിന്നെ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. എല്ലാ കൃഷിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃഷി മാത്രമായിട്ടല്ല, എല്ലാ ഈ
ഇവിടെ ശരിക്കും ഒരു ചെറിയ ഓർച്ചാർഡായിട്ട് ഞാൻ മാറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിങ്ങളത് കാണിച്ചാൽ ഈ നിര മുഴുവനും ഈ പേരയാണ്. പേര ഒരു 10-15 പേര നട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഹൈബ്രിഡ് പേരകളായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതായത് ഒരു 3-ാം കൊല്ലം തന്നെ എനിക്ക് ഈ പേരയിൽ നിന്നും ഒരു നല്ല പൈസ കിട്ടി. പൈസ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെലവാക്കിയ പൈസ തന്നെ അത് ആദ്യത്തെ 3-ാമത്തെ കൊല്ലം തന്നെ കിട്ടിയതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, അതിനെ പ്രൂൺ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. ഇപ്പൊ പ്രൂൺ ചെയ്ത് നിർത്തിയാണ് താഴെ ആ മുകളിലേക്ക് വളർന്ന ശിഖരം ഇക്കൊല്ലം വെട്ടിക്കളയും. അപ്പൊ വെട്ടിക്കളയുമ്പോൾ അത് ഒരാളുടെ പൊക്കത്തിൽ നമുക്കത് പേരയ്ക്ക പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് കൃഷിയെ പറ്റി. പിന്നെ തെങ്ങിനോട് വളരെ താല്പര്യം ഉണ്ടായിട്ടാണ് ഞാൻ ഈ തെങ്ങ് കുറെ വച്ചത്. ഇത് ഗംഗാ ബോണ്ടം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാ. ഇത് എത്ര കൊല്ലം കൊണ്ട് കായ്ക്കണാണ്? ഇത് ഗംഗാ ബോണ്ടം എനിക്ക് 3-ാം കൊല്ലത്തില് കരിക്കിടാൻ പറ്റിയതാ. അത് ഒന്നും നോക്കിക്കോളൂ. അപ്പൊ ഇതൊക്കെ ഈ ഗംഗാ ബോണ്ടത്തിന്റെ ആ തടിയും സ്റ്റെമ്മും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് തേങ്ങയായിട്ട് കിട്ടുമോ അതോ കരിക്കായിട്ടാണോ? എന്താണ് ഇതിന് തേങ്ങയേക്കാൾ കൂടുതൽ തേങ്ങ അത്ര കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കാമ്പ് കുറവായിരിക്കും. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നമ്മൾ ഈ മാർക്കറ്റിൽ റോഡ് സൈഡിൽ കിട്ടുന്നത്തെ ആ കരിക്ക് പോലെയുള്ള ഇത് വളരെ സ്വീറ്റാണ്. പക്ഷെ ഇതിനുള്ള ദൂഷ്യം ആരോടും ഇതിനി നടരുന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭ്യർത്ഥന. അതിനൊരുപാട് ദൂഷ്യം ഇപ്പൊ നട്ട് കഴിഞ്ഞപ്പോഴാണ് അതിന് മനസ്സിലായത്. വേഗം കായ്ക്കും, 2-3 കൊല്ലത്തിനുള്ളിൽ കാച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് ജീവനില്ലാത്ത ഇതൊക്കെ നോക്കിയോളൂ. ഈ വണ്ണേ ഉള്ളൂ. വളം ചെയ്യാത്തതുകൊണ്ടാണ് വളം ചെയ്യാത്തത് കൊണ്ടല്ല. അപ്പൊ ഇതിനെ ഇത്രയൊക്കെയാണ്. ഇപ്പൊ വളരെ റെയറായിട്ട് മാത്രം ഒരു കൊലയില് 10-15 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതില് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കരിക്കിന് വേണ്ടി എടുത്തതാണ്. അപ്പൊ ഒരു 5-8 കരിക്കേ ഉള്ളൂ. പക്ഷെ ഇതില് നമ്മൾ സാധാരണ രീതിയിൽ തേങ്ങ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് കറിക്ക് അരിക്കാനും പിന്നെ അതിനൊന്നും ഇത് പ്രയോജനം ഉണ്ടാവില്ല. ഇതിന്റെ ആയുസ് തന്നെ ഇപ്പൊ തന്നെ അത് കുറഞ്ഞ കൂട്ടായിരിക്കുന്നത്. കൂടി വന്നൊരു 10 കൊല്ലം 11 കൊല്ലം കാണുള്ളൂ. ഇതിപ്പോ നമ്മൾ ഈ നഴ്സറിക്കാരൊക്കെ ഗംഗാ ബോണ്ടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കും. പിന്നെ എന്തോ ചില ഇങ്ങനെ താഴെ നിന്ന് കായ്ക്കുന്ന ഒരു കൊല അത് കെട്ടിവെച്ചതാണെന്നും അറിയില്ല, കാണിച്ചുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനവും ആ കൃഷിക്കാരനുണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെങ്ങ് വയ്ക്കുകയാണെങ്കിൽ വൃത്തിയുള്ളതും ഹൈബ്രിഡിലേക്ക് പോകാതെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ മണ്ണിന് ചേർന്ന തൈകളുണ്ട്. അത് കുറ്റിയാടി അങ്ങനെയുള്ളത് വയ്ക്കുകയാണ് നല്ലത്. അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കായ്ക്കാൻ കുറേ സമയമെടുക്കും. 7 കൊല്ലം കഴിഞ്ഞാലൊക്കെയാണ് ചൊട്ട പൊട്ടുള്ളൂ. അത് മാത്രമല്ല ഒരു കാച്ച് തുടങ്ങണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 9-10 കൊല്ലം വരും. പിന്നെ അതിനുള്ള വലിയ ശുശ്രൂഷയൊന്നും കൂടുതൽ കൊടുക്കണ്ട. പിന്നെ ഒരു 10-60 കൊല്ലം അത് സുന്ദരമായിട്ട് നിന്ന് കാച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാടൻ ഇനം അതിന് പ്രാധാന്യം കൊടുക്കുക.